ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സലിൽ കുറച്ച് ടൂളുകളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർന്ന് വരുന്ന കുറച്ച് ടൂളുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. എക്സലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. പല ഇൻ്റർവ്യൂവിലും അതേപോലെ തന്നെ പല ഭാഗത്തൊക്കെ പലരും എടുത്ത് ചോദിക്കുന്ന പല കാര്യങ്ങളും ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യാം, എന്തിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്പറുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്പറുകൾ റാൻഡം ആയിട്ടുള്ള, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സാണ്. ഈ നമ്പറുകളൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോവുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഹൈലൈറ്റ് സെൽ റൂൾസ് എന്നുണ്ട്. അതായത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് നമുക്ക് ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് സെൽ റൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് ഗ്രേറ്റർ ദാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന നമ്പേഴ്സുകളൊക്കെ നമുക്കിവിടെ കാണിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ 33 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 33 എന്നുള്ള നമ്പറിൻ്റെ മുകളിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അതാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇനി എക്സാമ്പിൾ ഞാനിവിടെ വന്ന് 20 ചേർത്ത് കൊടുക്കണമെങ്കിൽ 20ൻ്റെ മുകളിൽ വരുന്ന നമ്പേഴ്സുകളൊക്കെ കാണിക്കും. ഇനി 30 ചേർത്ത് കൊടുക്കണമെങ്കിൽ 30ൻ്റെ മുകളിൽ വരുന്ന നമ്പേഴ്സുകളൊക്കെ കാണിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ മുകളിൽ വരുന്ന നമ്പേഴ്സുകളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ദാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്ന് നമുക്ക് കളർ തന്നെ ആവണമെന്നില്ല. നമുക്ക് ഇവിടുന്ന് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കളേഴ്സ് ഉണ്ട്. ഇത് ഏത് കളറാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കളേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ അമർത്തിയാൽ ആ കളർ നമുക്കിവിടെ അപ്ലൈ ആവും. നമുക്ക് അടുത്ത കൂടി ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ക്ലോസ് ആണ് അമർത്തുന്നത്. ഇനി ഇവിടെ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രേറ്റർ ദാൻ പോലെ തന്നെയാണ് ലെസ് ദാൻ. ലെസ് ദാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ അതിൻ്റെ മുകളിലുള്ള നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ, ലെസ് ദാൻ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ അതിൻ്റെ താഴെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ 20 കൊടുക്കണമെങ്കിൽ 20ൻ്റെ താഴെ ഒന്നുമില്ലേ. ഓക്കെ, 30 കൊടുക്കണമെങ്കിൽ 30ൻ്റെ താഴെ വന്ന നമ്പേഴ്സുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന നമ്പേഴ്സുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കളേഴ്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓക്കെ കൊടുക്കണില്ല. ഓക്കെ കൊടുത്താൽ ആ കളർ ഇവിടെ അപ്ലൈ ആവും. നമുക്ക് അടുത്ത കൂടി ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ക്യാൻസലാണ് അമർത്തുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാനായി, ലെസ് ദാനായി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സുകൾ നമുക്കിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് 50 ഓക്കെ 30 അതേപോലെ തന്നെ 40 കൊടുക്കണമെങ്കിൽ ആ രണ്ട് നമ്പറിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സുകൾ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് നമ്പറുകൾ കൊടുത്താൽ അതിൻ്റെ ആ രണ്ട് നമ്പറിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സുകൾ നമുക്കിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് നമ്പറുകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് നമ്പറിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിന് തുല്യമായിട്ട് വരുന്ന നമ്പേഴ്സിലൂടെ കാണിക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് 44 കൊടുക്കണമെങ്കിൽ എവിടെയൊക്കെ 44 എന്നുള്ള നമ്പർ വന്നോ അത് കാണിക്കും. ഇനി 23 കൊടുക്കണമെങ്കിൽ എവിടെയൊക്കെ 23 എന്നുള്ള നമ്പർ വന്നോ അത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ ഇടയിൽ ആ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ദാൻ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ. ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രേഡൊക്കെ കാണുകയാണെങ്കിൽ നമ്മളിവിടെ വന്ന് ഇതുപോലെ പല ടെക്സ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്പറിനെ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ ഫോർമാറ്റിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്നിൽ ഇവിടെ എ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ എ ഗ്രേഡ് കിട്ടിയാൽ മാത്രമായിട്ട് കാണിക്കും. ബി ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ബി ഗ്രേഡ് കിട്ടിയാൽ മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ ബേസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ്. അത് നേരത്തെ നമ്മൾ നമ്പറാണ് യൂസ് ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റ്. ലാസ്റ്റ് പറയാം, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഇതിൽ കാണുന്ന ഈ നമ്പേഴ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരാത്ത ഞാൻ കുറച്ച് നമ്പേഴ്സുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നോർമലി ഉള്ള കുറച്ച് നമ്പേഴ്സ്.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, ഇത്രയും ഭാഗം നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിൽ പോയി ഇവിടെ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, ഇതിൽ ഈ റെഡിൽ കാണിക്കുന്ന നമ്പേഴ്സുകളൊക്കെ ഇതിൽ ഒന്നിലധികം തവണ വരുന്നുണ്ട്. അതായത് 23 ഇതിൽ ഒന്നിലധികം തവണ വരുന്നുണ്ട്, 22 ഒന്നിലധികം തവണ വരുന്നുണ്ട്, 33 ഒന്നിലധികം തവണ വരുന്നുണ്ട്. ഇങ്ങനെ പല നമ്പേഴ്സുകളും ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ രൂപത്തിലാണ് കാണിക്കുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്ത് വരാത്ത നമ്പേഴ്സ് നമുക്കിവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ യുണീക്ക് സെലക്ട് ചെയ്താൽ മതി. അതായത് 8, 3, 7 ഇതൊന്നും എന്ത് ചെയ്യണില്ല, ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, അത് ഒരു തവണ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റും അതേപോലെ തന്നെ യുണീക്കും ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ അറ്റ് ലാസ്റ്റ് വരുന്നതാണ് നമുക്ക് ഡേറ്റ് ഒക്കെയറിങ്. അപ്പോൾ ഒരു ഡേറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഒക്കെയറിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇന്നത്തെ ഡേറ്റ് 8/3/2025. ഓക്കെ, ഇതിൻ്റെ താഴേക്ക് ഞാൻ കുറച്ച് ഡേറ്റ് കൂടി ആഡ് ചെയ്യാണ്. ഇനി 9 എന്നിടുന്നുണ്ട്, 9/3/2025. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സുകളൊക്കെ ഡേറ്റുകളൊക്കെ എഴുതുക. ഡേറ്റ് നിങ്ങൾ എക്സലിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നിങ്ങൾ മന്താണ്, പിന്നെ ഡേ ആണ്, പിന്നെ ഇയർ ആണ് കൊടുക്കേണ്ടത്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇന്ത്യ എന്നുള്ള ഭാഗം ആക്റ്റീവ് ആക്കി വെച്ചതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ എഴുതുന്ന ഡേറ്റ് ഫോർമാറ്റിലാണ് ഞാനിവിടെ എഴുതുന്നത്. പിന്നെ ഇവിടെ ഡേറ്റ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ ഇവിടെ ഡേറ്റ് എന്ന ഭാഗത്ത്, അതായത് നമ്പർ ഫോർമാറ്റിങ്ങിൽ ഡേറ്റ് ആണോ വന്നു എന്നുള്ളത് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഞാനിവിടെ വന്ന് ഇന്നലത്തെ ഡേറ്റ് വരുന്നുണ്ട് 7/3/2025 എന്ന് ചേർത്തു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഡേറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ വന്ന് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഡേറ്റ് ഒക്കെയറിങ്ങിൽ ഞാനിവിടെ ടുഡേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഏതാണോ അത് നമുക്കിവിടെ കാണിക്കും. ഇനി അതേപോലെ തന്നെ ടുമോറോ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നാളത്തെ ഡേറ്റ് ഏതാണോ അത് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ എസ്റ്റർഡേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇന്നലത്തെ ഡേറ്റ് നമുക്കിവിടെ കാണിക്കും. ഇതിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസുകളുണ്ട്. ലാസ്റ്റ് 7 days ഉണ്ട്, ലാസ്റ്റ് വീക്ക് ഉണ്ട്, ദിസ് വീക്ക് ഉണ്ട്, നെക്സ്റ്റ് വീക്ക് ഉണ്ട്, ലാസ്റ്റ് മന്ത് ഉണ്ട്, ദിസ് മന്ത് ഉണ്ട്, നെക്സ്റ്റ് മന്ത് ഉണ്ട്. അങ്ങനെ നമുക്കൊരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡാറ്റാസുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഒക്കെയറിങ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് കണ്ടീഷണൽ ഫോർമാറ്റിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം റൂൾസ്. അതായത് മുകളിലും താഴെയുള്ള ഡാറ്റാസുകളൊക്കെ നമുക്ക് വേണ്ട രൂപത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം റൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് 10 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലെ ഏറ്റവും വലിയ 10 ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇനി 10 ഐറ്റം എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എണ്ണം ഇവിടുന്ന് ചുരുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ടോപ്പ് അത്രയും എമൗണ്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യും, ഫൈൻഡ് ചെയ്ത് കണ്ടെത്തും. ഇനി അതേപോലെ തന്നെ ഇവിടെ വരുന്നതാണ് ടോപ്പ് 10%. അതായത് നമ്മളിവിടെ വന്ന് പെർസെൻറ്റേജ് സ്റ്റൈൽ, അതായത് ഈ രൂപത്തിലാണ് നമ്മൾ വാല്യൂ നിൽക്കണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ 10 ഐറ്റംസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് 10% യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ വന്ന് ബോട്ടം 10 ഐറ്റംസ് ആണ് കാണുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ വരുന്ന 10 ഐറ്റംസ് ആയിരിക്കും വരിക. നേരത്തെ ടോപ്പ് ആയിരുന്നുവെങ്കിൽ ഇതിലെന്തായിരിക്കും, ബോട്ടം അടിയിലുള്ള വാല്യൂസ് ആയിരിക്കും വരിക. ഇനി ബോട്ടം 10% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് സ്റ്റൈലിൽ വരുമ്പോൾ, പെർസെൻറ്റേജ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫോർമാറ്റിൽ പോയിട്ട് നമ്മൾ പെർസെൻറ്റേജ് സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ 10 ഐറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിലെ ഏറ്റവും ചെറിയ 10 ഐറ്റംസ് കണ്ടുപിടിക്കാനാണ് ബോട്ടം 10% യൂസ് ചെയ്യുന്നത്. ബോട്ടം 10% യൂസ് ചെയ്യുന്നത്. പിന്നെ അബ് അവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത, അതായത് അവറേജ് കാണുക. അവറേജ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ടായിരിക്കുന്ന വാല്യൂ ആണ് അവറേജ്. അപ്പോൾ അബ് അവറേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കാണുന്ന വാല്യൂസുകളൊക്കെ എന്താണ്, അവറേജിൻ്റെ മുകളിൽ വരുന്ന വാല്യൂസാണ്. അതേപോലെ തന്നെ ബിലോ അവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഡാറ്റാസുകളൊക്കെ അവറേജിൻ്റെ താഴെ വരുന്ന നമ്പേഴ്സുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം റൂൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ ബാർസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ബാർസ് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ 7, അതേപോലെ 3, 8 ഇതിനൊക്കെ ചെറിയ ബാറുകളാണ്. എന്നാൽ 44, അതേപോലെ 33 അതിനൊക്കെ കുറച്ചുകൂടി വലിയ ബാർസുകളാണ് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് ഇതൊന്നുമല്ല, ഇതിന് ഏത് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ബാർസ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇവിടെ വരുന്നതാണ് കളർ സ്കെയിലിൽ ഗ്രീൻ ആണെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും, കൂടുതൽ വാല്യൂസ് ഗ്രീനാണ്. അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് യെല്ലോ അങ്ങനെ കുറഞ്ഞ് അതെന്ത് ചെയ്യും, റെഡിലേക്ക് മാറും. ഇനി ഇതിൻ്റെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഇതിൽ ഏത് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഈ കളർ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടുന്ന് ന്യൂ റൂള് അല്ലെങ്കിൽ മാനേജർ റൂള് എന്ന് പറഞ്ഞ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളത്തെ കളേഴ്സുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബിൽഡിൻ ആയിട്ടുള്ള കുറച്ച് ടൂളുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഫോളോ ചെയ്ത് കാണിച്ചു തന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പുതിയ ടൂളുകളൊക്കെ അതായത് റൂൾസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാനാണ് ന്യൂ റൂള്. അതേപോലെ ആ കൊടുത്ത റൂള് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ റൂൾസ് യൂസ് ചെയ്യുന്നത്. മാനേജർ റൂൾസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച റൂൾസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് മാനേജർ റൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഏത് കളേഴ്സാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കളേഴ്സ് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് വരും. ഓക്കെ അടിച്ചാൽ ആ കളർ അപ്ലൈ ആവും. നമുക്ക് അടുത്ത് കൂടി ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ക്യാൻസലാണ് അമർത്തുന്നത്. പിന്നെ വരുന്നതാണ് ഐക്കൺസ്. കൂടിയതിനാണെങ്കിൽ അതിന് ഗ്രീൻ ആയിരിക്കും, നോർമൽ ആണെങ്കിൽ യെല്ലോ. അതേപോലെ തന്നെ ഈ രൂപത്തിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സുകളൊക്കെ വേണ്ടതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കളർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനും അത് ഓർഡറൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.